ആമിർ ഫോർട്ടിലേക്ക് പോകണം. ഏറ്റവും ഭയങ്കര വിശ്വവിഖ്യാതമായ ആമിർ ഫോർട്ട്. 3-4 മണിക്കൂർ എന്തോ അതെ, 3.5 മണിക്കൂറോടെ കാണാനുണ്ട്. ആമിർ ഫോർട്ട് കാണാൻ നമുക്ക്. അങ്ങനെ നമ്മൾ രാജസ്ഥാൻ തെരുവീതികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി, നല്ല വീതിയുള്ള റോഡ് കേട്ടോ. അവിടെ ഒരു സൈഡൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെടിച്ചെടിയൊക്കെ തൂക്കിയിട്ടേക്കണം. പിള്ളേർ പോകണമെങ്കിൽ കേരളത്തിലെങ്ങാണ് ഇപ്പം തന്നെ വണ്ടിക്കാരെ പിടിച്ച് അകത്തിട്ടേ. ഇതാണ് ഹവാ മഹൽ. നമ്മളിവിടെ വരും, ഇപ്പോഴല്ല പിന്നെ. പൂര ഹവാ മഹൽ? हाँ, ये पूरा हवा महल के अंदर ही सिटी पैलेस है। अभी सिटी पैलेस का गेट आएगा। वो जंतर मंतर भी 3 पॉइंट है यहाँ पे। दोनों सेम है? हाँ, 3 पॉइंट है। सिटी पैलेस और जंतर मंतर हवा महल। अच्छा, इതാണ് ആമിർ ഫോർട്ട്. ഇതിന്റെ गाइड की आवश्यकता थोड़ी पड़ेगी। नहीं ആമിർ ഫോർട്ട്. എന്റെ പൊന്നെ, ഇതെന്തത്? ഇത് എത്ര കൊല്ലം കൊണ്ട് അവർ പണിത് തീർത്തത്? ഇതിന് മുകളിൽ വരെ കയറാം. വെറുതെ അല്ലേ പുള്ളി എനർജി ഉണ്ടെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ പോകാന്ന് പറഞ്ഞു. ഇത് എനർജി കാണുമെന്ന് തോന്നുന്നില്ല. ഇത് രാജകൊട്ടാരാണെങ്കിൽ ഇവര് മിക്കവാറും പണിത് കഴിഞ്ഞിട്ട് 1 കൊല്ലം കൊണ്ടായിരിക്കും ഇത് കണ്ടു തീർത്തത് കേട്ടോ. നല്ല ബ്ലോക്കാണ് ഇവിടെ. ഇത്രയും വലിയ രാജകൊട്ടാരത്തിൽ ഇത്രയും ചെറിയ ഇടുങ്ങിയ വഴിയാണ് എനിക്ക് മനസ്സിലാകാത്തത്. പണ്ട് രാജാവിന് മാത്രം പോയാൽ മതിയായിരുന്നല്ലോ. പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ ബ്ലോക്കി കിടക്കുന്നുണ്ട്. എത്ര നേരമായെന്ന് അറിയാമോ? ഇത്രയും പൊക്കത്തിട്ടാണ് പോകണട്ടോ. ഇവിടെ വരെ സാധനം പോകണമെന്ന് തോന്നുന്നു. ഓൺലൈൻ ടിക്കറ്റ് എടുക്കാം, ക്യൂ നിൽക്കൊന്നും വേണ്ട. അത് നല്ലൊരു സൗകര്യമായിട്ട് തോന്നി. നമുക്കവിടെ ജസ്റ്റ് QR സ്കാൻ ചെയ്യുക, ലിങ്കിൽ കയറുക, ദെൻ പേയ്മെൻറ്റ്. മാരകം. ഇതിനുള്ള എന്ത് തണുപ്പാണല്ലേ, നല്ല തണുപ്പുണ്ട്. ഒരുപാട് റൂമുകളുണ്ട്. ഇങ്ങോട്ട് കയറാണ്ട് തന്നെ പേടിയാണ്. ഒരു റൂം കയറുമ്പോൾ മൊത്തം ഇരുട്ട്. ഇവിടെ കയറാം, ഇങ്ങോട്ട് കയറാം. താഴത്ത് പോയിട്ട് എന്താ പറയാം. പക്ഷെ ആക്ച്വലി ഇത് ഇവിടെ നേരെ മിക്കവാറും ഓപ്പണിംഗ് ആയിരിക്കും. ആരുമില്ലേ? ഇതൊക്കെ പൊളിഞ്ഞു കിടക്കണം കേട്ടോ. എന്താണെന്ന് മനസ്സിലാണില്ലേ? സംഭവം കൊള്ളാം. ഇവിടുന്ന് ലെഫ്റ്റ്. ഈ സ്റ്റെപ്പൊക്കെ എങ്ങനെ കയറി? ഇവിടെ നിന്നടി ഇതണ്ട. എന്റെ ചുമ്മാ കയറി നോക്കാം. കയറാൻ പറ്റൂലല്ലേ? ഇത്രയും സ്പേസ് ഉള്ളത് കയറാണ്ടോ? ഇറങ്ങി നോക്കി ഇറങ്ങട്ടോ. ആ സൈഡിൽ കൂടെ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതിന്റെ മുകളിൽ കയറാനി.
ഇത്ര സ്റ്റെപ്പ് ഓപ്പൺ സ്പേസ് ആണ്. ഇത് കയറിയിട്ട് നീ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ഞാനും ക്യാമറയും എല്ലാം കൂടി ടമ്മർപ്പടാറാവും. ഭയങ്കര ഡിഫിക്കൽട്ടാട്ടോ ഇത്. പക്ഷെ എൻ്റെ മോനെ വരാം. ഇതുപോലുള്ള ചെറിയ ഇടുങ്ങിയ വഴിയാട്ടോ ഫുള്ളല്ലേ, ബിൽഡിങ് ഫുള്ള് ഇതുപോലത്തെ ചെറിയ ഇടുങ്ങിയ വഴി. അതെ, ഒരാൾക്ക് മനസ്സിലായി ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പറ്റരുത്. ഇപ്പൊ എങ്ങനെ ഇറങ്ങൂടെ? ഞാനവിടെ അല്ലായിരുന്നു നേരത്തെ. ആ നിനക്കറിയാം. ഹിൽ പാലസ് എന്ന് പറഞ്ഞാ പേര് തന്നെ ഉണ്ട് പാലസ്. ഇതെന്താണ് അംബർ ഫോർട്ട്. ഇതുപോലെ ഓരോ സ്ഥലത്ത് ഇതുപോലെ ഇതെനിക്ക് വാച്ച് ടവർ ആണെന്ന് തോന്നുന്നു കേട്ടോ, അല്ലേ? ഇവിടെ നിന്ന് അതുണ്ടോ മേ ബി ആയിരിക്കും. അല്ല, ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് ആദ്യം വാച്ച് ടവറാ, ഇതൊരു വാച്ച്. അപ്പൊ ഇവിടെയൊക്കെ പടയാളികൾ നിന്നിട്ട് വാച്ച് ചെയ്യായിരിക്കും ആരിലൊക്കെ വന്നത്. പടയാളികള് അല്ലെങ്കിൽ വാച്ചർ. जो राजा के मेन सर्वेंट्स होते थे वो सब नीचे रहते थे, अपने एग्जिट में आएंगे। अब जैकेट की तरफ देखिए आप, ऊपर फ्लैग दिख रहा है आपको? ये 2 फ्लैग लगे हुए वहाँ पे, सब छोटा एक बड़ा। ये 5 रंग का फ्लैग है, जब मानसिंह जी ने 5 മഹാരാജയുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ബൈനോക്കുലർ വഴി ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ അവിടെ ഉള്ളത് കാണാൻ പറ്റും. ഇതിനുള്ളിൽ കയറാൻ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ അങ്ങോട്ടുണ്ടല്ലേ, അങ്ങോട്ടുണ്ട്. നോക്ക്, തുരങ്കാണോ? വേണ്ട, നീ അതിനുള്ളിൽ പോയി അങ്ങനെ പെട്ടു കഴിഞ്ഞാൽ പണി പോകാം. വീണ്ടും സ്റ്റെപ്പ്, സെയിം കൈൻഡ് ഓഫ് സ്റ്റെപ്പ്. ഇത് വാച്ച് ടവറിലേക്കാണ് നമ്മൾ വരണത്. ഇപ്പോൾ ഇതുപോലെ മൾട്ടിപ്പിൾ വാച്ച് ടവേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബൈനോക്കുലർ കണ്ടത് ഇത് തന്നെ. ഒരു വാച്ച് ടവർ കാണിച്ചു, ഫ്ലാഗ് കാണിച്ചു, പിന്നെ ഒരു വെപ്പൺ ഹൗസ് കാണിച്ചു. ഇത് കണ്ടോ? ഇവിടെ ശരിക്കും നല്ല ഡാർക്കാണ്, ഫോണിൽ നല്ല വെട്ടമുണ്ടെന്നുള്ളൂ. എടി, നമ്മൾ സ്റ്റെപ്പ് കയറിയത് എന്തിനായിരുന്നു? എളുപ്പത്തിൽ പോരായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയ കാര്യം. എക്സ്ക്യൂസ് മീ. ഇത്ര ഇരുട്ടാണ് ഇവിടെ. ഫ്ലാഷ് അടിക്കുമ്പോൾ ആൾക്കാർക്ക് സന്തോഷമാണ്. ഇത്ര ഇരുട്ടാണ്. ഞാൻ ഇരുട്ടത്തോടെ തന്നെ പോവാം. അയ്യോ വേണ്ട, ലൈറ്റ് ഇടണം. കൊച്ചുള്ളതുകൊണ്ട് ലൈറ്റ് ഇട്ട് പോവാം. മഴവെള്ള സംഭരണിയിലാണത്. ബാത്റൂം തന്നെയാണെന്ന് വേണ്ട, പിന്നെ പോയിടന്നു. ഇത് മുങ്ങിച്ചാണുള്ള ബാത്രപ്പ. അതിന് കയറും, അങ്ങനെ കയറും പോണം. ഇത് കണ്ടത്
ഇത് ആക്ച്വലി വെള്ള സംഭരണിയായിരുന്നു. അവിടെ ചൂടുവെള്ളം, ഇവിടെ തണുത്ത വെള്ളം, അങ്ങനെയൊക്കെയാണ് ഇത് പറയണത്. ഓക്കെ, ഇത് ശരിക്കും വെള്ളം ശേഖരിക്കുന്ന സ്ഥലം തന്നെയായിരുന്നു ആക്ച്വലി. अच्छी बनी हुई डिजाइनिंग की, क्योंकि जैसे स्टोन को शेप दिया जाता है वैसे ही जो है വന്ന വഴി ഇങ്ങനെ എഗെയിൻ നമ്മളിവിടെ എത്തി. കുളിക്കണല്ലടി, വെള്ളം ശേഖരിക്കണമെന്ന്. ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ. ആ, കുളിക്കണമായിരിക്കും മേ ബി. ഇതെവിടെയാണ് നമ്മളിപ്പോൾ എത്തിയാണ്? വീണ്ടും ഫ്രണ്ടിലെത്തി. ഇത് സത്യം പറയുമ്പോൾ മനസ്സിലാവണില്ല അല്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കഴിഞ്ഞാൽ ഈ എൻട്രിയിൽ വരും. പിന്നെ നമ്മുടെ അകത്തെ അല്ലേ, ടിക്കറ്റ് കൗണ്ടറും അല്ല, നമ്മുടെ അകത്ത് ആ ഒരു ഗോൾഡ് കല്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭിത്തിയുടെ സ്ഥലത്തേക്ക് ചെല്ലും. അങ്ങനെ ഒരുപാട് എൻട്രി ഉണ്ട്. ഇങ്ങോട്ടേക്ക് മൾട്ടിപ്പിൾ എൻട്രി, അതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ എൻട്രി. ആ അത് തന്നെ, റൂംസ് അല്ല കാണുമായിരിക്കും ചിലപ്പോൾ, മേ ബി തിരിച്ചറിയാൻ പറ്റത്തോണ്ടായിരിക്കും. അതെ, ക്ലാസ് വെച്ചോ. ടിക്കറ്റ് എടുക്കാനായിട്ട് നമുക്ക് ഇവിടെ ഇതാണ് ഞാൻ പറയാം, ഇത് സ്കാൻ ചെയ്ത് ഈസിയായിട്ട് ടിക്കറ്റ് എടുക്കാം. നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഐ മീൻ കൗണ്ടറിൽ പോയി എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്തൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തിന്നാണ്ട് അവിടെ പോയി നോക്കണം. വിശക്കുന്നുണ്ട് ഇത്തിരി. പിന്നെ ഇവിടെ നേരെ ഇതൊക്കെ ടിക്കറ്റ് എടുക്കാണ്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ ആംബർ ഫോർട്ടിന് പുറത്താണ്. വാവ്, ആക്ച്വലി ഇതിപ്പോൾ നല്ല വേർത്ത് വ്യൂ ആണ്. ഇത് നമ്മൾ അവിടെ നിന്ന് കണ്ടു, പക്ഷെ ഇത്രയും എക്സ്പ്ലോർഡ് ആയിട്ട് കണ്ടില്ല. അവിടെ കുറച്ച് ലിമിറ്റഡ് വിസിബിലിറ്റി ഉള്ളൂ, കാരണം കുറേ സ്തൂപത്തിൻ്റെ ഇടയിൽ കൂടെ നോക്കണം. ഇതാണ് വയനാട്ടിൻ്റെ കള്ളങ്ങൾ. അപ്പോ നമ്മൾ ആംബർ ഫോർട്ടിനോട് വിട പറയുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു, കുഴപ്പമില്ല. എന്താതൊന്നും മനസ്സിലാവുന്നില്ല. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി, പക്ഷെ നല്ല കേട്ടോ, സംഭവങ്ങളാണ് അടിപൊളിയാണ്. അതെ, മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. നമ്മളിപ്പോൾ എന്തായാലും തിരിച്ചിറങ്ങാം. അങ്ങോട്ട് കയറണം എന്ന് വെച്ചാൽ അങ്ങോട്ടൊന്നും ആരും കയറണം കാണില്ല, അങ്ങോട്ട് എൻട്രി ഇല്ലെന്ന് തോന്നുന്നു. മാത്രമല്ല അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ആവും ഇവിടെ എത്തുമ്പോൾ. വരുമ്പോൾ അതെ. സോ ബൈ ബൈ. ഈ ഒരു കാര്യത്തിൽ നമ്മൾ മലയാളികൾ കൊള്ളാം കേട്ടോ. നമ്മര് ബ്ലോക്ക് ഉണ്ടാക്കുവാണ്. ഇത് എങ്ങനെ പോകും നോക്ക്. ഈ വഴി എങ്ങനെ പോകുന്നു? നേരെ കണ്ടിക്കണ വണ്ടി എന്നിടയ്ക്ക് ആൾക്കാരും ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്?